അപ്പം ഞങ്ങൾ മറയൂരിലേക്കുള്ള യാത്രയിലാണ്. ഇടയ്ക്ക് വെച്ച് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത്. നല്ലൊരു മഴയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയത്. പക്ഷേ ഇവിടെ ഇറങ്ങി ഇപ്പോൾ പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട്. കാലത്ത് തുടങ്ങിയ മഴയാണ്. നമുക്കറിയാമല്ലോ, 2 ദിവസമായിട്ട് ഇപ്പോൾ നമ്മുടെ എറണാകുളത്തും എല്ലാം നല്ല മഴയാണ്. ഇവിടെ അതേപോലെ തന്നെ നല്ല മഴയുണ്ട്. എന്തായാലും കുഴപ്പമില്ല. കുറേ നാളായി ഇപ്പോൾ ട്രാവലിംഗ് ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഇവിടെ വന്നൊന്ന് ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ, നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാം, നല്ല പച്ചപ്പായിട്ട് കിടക്കുകയാണ്. ഇവിടെ ആനവണ്ടി പോകുന്നുണ്ട് സൈഡിൽ കൂടി. അപ്പോൾ അങ്ങനെ നമ്മുടെ നിശ്ചൽ ക്യാമറയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മിസ്റ്റർ നിശ്ചൽ, മിസ്റ്റർ നിശ്ചൽ ഫിലിമില്ലാത്ത ക്യാമറയുമായിട്ട് ഇറങ്ങിയിട്ട് പിള്ളേരെ പറ്റിക്കുകയാണ്. ഇതൊക്കെ വല്ലതും പതിയോ? അങ്ങനെ ഞങ്ങളുടെ യാത്ര മറയൂരെത്തി. നമ്മളുടെ റിസോർട്ട് മാനേജർ ഞങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പാവം ഒത്തിരി നേരമായിട്ട് വെയിറ്റ് ചെയ്യും. ഞങ്ങൾ കുറച്ച് ലേറ്റായി. ഞങ്ങളൊരു 15 മിനിറ്റ്സിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞെത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു മണിക്കൂർ അടുത്തായി. അപ്പോൾ ഞങ്ങളിങ്ങനെ ചന്ദനക്കാടുകളുടെ ഇടയിൽ കൂടിയാണ് യാത്ര. ഞങ്ങളെ വഴി കാണിച്ചുകൊണ്ട് നമ്മളുടെ റിസോർട്ട് മാനേജർ മുമ്പേ പോകുന്നുണ്ട്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു റൈഡാണ് കേട്ടോ അത്. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്ത് ഈ ചന്ദനക്കാടുകളുടെ ഇടയിൽ കൂടിയുള്ളൂ. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഇവിടെ ഒത്തിരി എന്താ പറയുക, ഷുഗർ കെയിൻ ഫാമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം താണ്ടി ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളുടെ റിസോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. അപ്പം നമ്മളുടെ പ്രോപ്പർട്ടി എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പാർക്കിംഗ് സ്പേസ് ആണ്. ഇവിടെ നിന്ന് മുകളിലേക്കാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോകാനുള്ളത്. ഈ അവിടെ കാണുന്നതാണ് ആ പ്രോപ്പർട്ടി? ലൈബ്രറിയാണ്. ഓക്കെ. എന്താ പേരെന്താ? എൻ്റെ പേര് സണ്ണി. സണ്ണി, ഓക്കെ. ഇതാണ് സണ്ണി ഞങ്ങളെ വഴിയിൽ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളെ ഡയറക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എത്തി. പുള്ളി കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു. അധികം നേരം വെയിറ്റ് ചെയ്തായിരുന്നോ? അത്രേ ഉള്ളൂ. ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ നിർത്തിയായിരുന്നു. പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ 10:30 അവിടെ എത്തി. മാക്സിമം വാഗമണിന് ഏകദേശം ഒരു 15 മിനിറ്റ്സ് ആകുള്ളൂ ഇങ്ങോട്ട്. ഓക്കെ. ഇത് ഇവരുടെ ലൈബ്രറിയാണ്, കമ്മ്യൂണിറ്റി ലൈബ്രറി. നമ്മൾ എൻട്രൻസിൽ നിന്ന് നേരെ കയറി വരുന്നത് ഇങ്ങോട്ടാണ്. കൊള്ളാം, ചെറിയൊരു പ്രോപ്പർട്ടി. നമുക്ക് റൂംസ് കാണാം. ഇത് മൂന്നാറിന് ഏകദേശം ഒരു 35 കിലോമീറ്റേഴ്സ് ഉണ്ട്. മറയൂരിൽ നിന്ന് 5 കിലോമീറ്റർ മുമ്പായിട്ടാണ് ഇത് വരുന്നത്. ഇത് വേറൊരു കോട്ടേജാണ്. ഇപ്പം നമ്മൾ മൂന്നാമത്തെ ക്ലൈമറ്റ് ഒരിക്കലും ഇവിടെ പ്രതീക്ഷിക്കരുത്. ഇവിടെ അത്ര തണുപ്പൊന്നുമില്ല. പിന്നെ രാത്രി അത്യാവശ്യം തണുപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയില്ല. മൂന്നാറൊക്കെ നല്ല മഴയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒരു ക്ലിയറായിട്ട് കഴിക്കുന്നൊരു ക്ലൈമറ്റാണ്. സണ്ണിയല്ല, പക്ഷേ ഒരു പ്ലസൻറ്റ് ക്ലൈമറ്റാണ്.
ഇതെന്താണ് ഇവിടെ റെസ്റ്റോറൻ്റ് ആണത്? കിച്ചൺ റെസ്റ്റോറൻറ്റ്. എടുത്തോ പടത്തില് പറമ്പൊന്നും പോരെ അല്ലേ? ഇത് ഇവരുടെ കിച്ചണാണ്. കിച്ചണും റെസ്റ്റോറൻറ്റും കൂടി ചേർന്ന് ഒരുമിച്ചുള്ളതാണ്. ഇതാണ് നമ്മളുടെ കോട്ടേജ്. 2 റൂമാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ലിവിങ് ഏരിയ, പിന്നെ അത് കഴിഞ്ഞ് ബെഡ്റൂമാണ്. ഒരു ചെറിയ ബെഡ്റൂം, ഇതാണ് ബാത്റൂം. അപ്പോൾ ഇതാണ് നമ്മളുടെ കോട്ടേജ്. നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കോട്ടേജാണ്, പക്ഷേ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് ഇത്. ഈ ഒരു പ്രോപ്പർട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡേഴ്സിൻ്റെ ഒരു പാരഡൈസാണ്. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ആലുവയിൽ നിന്നുള്ളൊരു ഗസ്റ്റ് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അദ്ദേഹം 1 മാസമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മനോജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടാം. പുള്ളി ഇപ്പോൾ ബേർഡിങ്ങിൻ്റെ ഇതായിട്ട് നമ്മളുടെ കൂടെ അജിത്ത് ഉണ്ടായിരുന്നല്ലോ. അജിത്തും മിസ്റ്റർ മനോജും കൂടി ഏതോ ബേർഡിനെ കാണാനായിട്ട് പോയിട്ടുണ്ട്. അവർക്ക് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങോട്ട് പോയിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാം. പുള്ളി ഏതൊക്കെയോ ബേർഡ്സിനെ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ മറ്റേ കോട്ടേജിലേക്ക് ഒന്ന് കയറാം, എങ്ങനെയുണ്ട് നോക്കാം. ഇതിനകത്ത് 3 പേർക്ക് താമസിക്കാവുന്ന രീതിയിലാണ് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത്. ബങ്ക് ബെഡാണ്, കണ്ടോ. പിന്നെ ഒരു സിംഗിൾ ബെഡ് വേറെ ഒരെണ്ണമുണ്ട്. നല്ലൊരു റൂമാണ്, കംഫർട്ടബിൾ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നൈസ്. ഒരാൾ ഇവിടെ ഒന്ന് ചാരുകസേരയിൽ ഇരിപ്പായി. ഹനീഷ, എങ്ങനെയുണ്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? വരുന്ന വഴി നല്ല മഴയായിരുന്നെങ്കിലും നല്ലൊരു സമാധാനം തോന്നുന്നുണ്ട്. നല്ലൊരു പ്ലസന്റ് ഡേ അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലേ? ഇവിടെ നോർമലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സമയത്തൊക്കെ ഇത്തിരി ചൂടൊക്കെ ആയിരിക്കും, പക്ഷേ രാത്രി തണുപ്പുണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ നിർമ്മിതിയാണ്. ഈ മഡ് ഹൗസ് അല്ലേ? മഡ് ഹൗസാണ്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മുകളിൽ ഓല മേഞ്ഞേക്കണം. അതെ, അനീഷ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളി അതൊരു കമ്പനി നടത്തുന്നതാണ്. അപ്പോൾ തന്നെ പുള്ളി ആദ്യം നോക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഇതൊക്കെ. ഇതാണ് മറ്റൊരു കോട്ടേജ്. കണ്ടോ? പിന്നെ ഈ താഴത്ത് കാണുന്ന ബിൽഡിംഗ് ആണ് ഇതിൻ്റെ ഓണർ താമസിക്കുന്ന ബിൽഡിംഗ് ആണ്. അത് റെൻ്റ് ഔട്ട് ചെയ്തേക്കുന്നതല്ല. റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന എല്ലാ കോട്ടേജസും ഇത് പറഞ്ഞ പോലെ താച്ച് റൂഫ്ഡാണ്. നല്ലൊരു ഗാർഡൻ ഇതിൻ്റെ റൂമിൻ്റെ നമ്മളുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു പ്ലസൻറ്റ് പ്ലേസാണ്. വലിയ തണുപ്പുമില്ല, മഴയില്ല, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. വിചാരിച്ചു ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും അത് മാറി. സ്പോട്ടഡ് ഡവ് ഇരിക്കുന്നുണ്ട്. ഈ ഉണങ്ങിയ വരം കണ്ടോ? ഇദ്ദേഹമാണ് മിസ്റ്റർ മനോജ്. 1.5 മാസമായിട്ട് ഇവിടെ താമസിക്കണല്ലേ? ഓക്കെ. ഇവിടെ ആരുമില്ല. ഓ, ഓക്കെ ഓക്കെ.
ഓ ശരി, ഇപ്പം എടുത്താണല്ലേ? രാവിലെ. ഓ ഓക്കെ ഓക്കെ. ഇങ്ങനെ ഇവിടെ ഇരുന്ന ഇത് വായിക്കുള്ള ചുമ്മാ മാക്രോ. ആ ആ ആ. നല്ല പുറത്താണ്. അതേ ഓറഞ്ച്, അത് ഓറഞ്ച് മിനി പറ്റും. കുറേ എടുത്തിട്ടുണ്ട്, എന്നാലും കാണുമ്പോൾ ഭയങ്കര അതിന്റെ ഫീമെയിലും ഉണ്ട് കേട്ടോ. പിന്നെ ഷിക്രയില്ലേ, അത് ഏറ്റവും ഇവിടെ ഒരു ഇതവിടെ ഒരു ചെറിയ ബേർഡ്സിനെ വളർത്തുന്നുണ്ടായിരുന്നു. പിടിച്ചു ഷിക്ര വന്ന് അതിന്റെ പുറത്തേക്ക് അതിനെ പിടിക്കാൻ വെക്കുക, അകത്ത് കയറാൻ പറ്റില്ലല്ലോ. ഇനി ഇവിടെയൊക്കെ വന്നിരുന്നു. ശിഖര കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടി, വീടിന്റെ തൊട്ട് ചേർന്ന്. ആ വളരെ ഒരു 10 അടി അങ്ങനൊന്നും കിട്ടാറേ. മിനിമീറ്റാണ്, സ്മോൾ മിനിമീറ്റ് കണ്ട. അങ്ങനെ ലഞ്ച് ടൈമായി. ഇവിടെ നല്ല മീൻ വറുത്തതും മോരുകറിയും പിന്നെ നല്ല അവിയലും പിന്നെ എന്താ ഇത് പയർ, അതായത് നല്ല ബീൻസും ഒക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ലോക്കലി ഇവരിവിടെ ഗ്രോ ചെയ്യുന്നതാണ് ഇതൊക്കെ, ഈ ബീൻസും ഇതൊക്കെ. പിന്നെ നല്ല കുത്തരി ചോറ്, നല്ല അടിപൊളി ഭക്ഷണമാണ്. അപ്പം നമ്മൾ ഇന്ന് പതുക്കെ ഒന്ന് ടൗൺ വരെ പോകാമെന്ന് കരുതി. മറയൂരൊന്ന് പോയി നോക്കാം, എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോഴത്തേതിൽ നേരത്തെ കടകളൊക്കെ അടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റുമെങ്കിൽ നമുക്ക് അവിടുന്ന് കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ ശർക്കര വാങ്ങണം. അപ്പോൾ അതിനുവേണ്ടി പതുക്കെ ഇറങ്ങിയതാണ് ഞങ്ങൾ. നല്ലൊരു അറ്റ്മോസ്ഫിയറായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രോപ്പർട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വലിയ തണുപ്പില്ല, മഴയാണെങ്കിലും ഭയങ്കര മഴയെന്നൊന്നും പറയാനില്ല. എല്ലാം കൊണ്ടും നല്ലൊരു ക്ലൈമറ്റാണ്. അജിത്താണെങ്കിൽ ആകെ എക്സൈറ്റഡ് ആണ്. പുള്ളിക്കൊരു ഫ്രണ്ടിനെ കിട്ടി, മനോജ് സാറിനെ കിട്ടിയതുകൊണ്ട് പുള്ളി അവിടെ ബേർഡ്സിൻ്റെ പുറകെയാണ്. അദ്ദേഹം തന്നെത്താനാണ് അവിടെ വന്ന് രാവിലെ പുള്ളി 4 മണിയാകുമ്പോൾ ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ച് അതൊക്കെ ഫോട്ടോഗ്രാഫി ആയിട്ട് ഇറങ്ങും മനോജ് സാറ്. അപ്പോൾ അദ്ദേഹം പറയായിരുന്നു ഇവിടെ മിക്ക ദിവസം കാട്ടുപോത്തിൻ്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞു. രാവിലെ എല്ലാം കൊണ്ടും ഓക്കെയാണ്, പക്ഷേ ഈ കാട്ടുപോത്ത് പുള്ളി രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കാട്ടുപോത്ത് അവിടെ വല്ലയിടത്ത് നിൽപ്പുണ്ടാവും. അപ്പോൾ ആളുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ഓടും. പക്ഷേ എങ്ങാനും എന്തെങ്കിലും ഒരു പെട്ടെന്ന് അതിൻ്റെ മുമ്പിൽ ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ ഒന്ന് എണീറ്റ് നോക്കാം, നമുക്ക് കാട്ടുപോത്തിനെ കാണാൻ പറ്റുമോ ഇല്ലയെന്നൊന്ന് നോക്കിയേക്കാം. ഇനി അഥവാ നമ്മൾ ഏത് ഫോറസ്റ്റ് റിസോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ നോർമലി എല്ലാവരും പറയുന്നൊരിതുണ്ട്, ഇന്നലെ ഇവിടെ ആനയുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല കേട്ടോ, നീ തമാശ പറഞ്ഞാൽ. കാരണം ഇവിടെ ഒത്തിരി അനിമൽസ് ഒരുപാട് വരുന്നൊരു സ്ഥലമാണ്. അതിലേറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് കാട്ടുപോത്താണെന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, പണ്ടൊക്കെ വരുമ്പോൾ ഈ പ്രദേശത്തൊക്കെ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ആദ്യം അങ്ങനെ ഒരു ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാറൊന്നുമില്ല. ആളുകളുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിക്കളയാണ് ചെയ്യാറ്. ഏതായാലും നമുക്ക് നാളെ നോക്കാം, എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം. കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന് അഥവാ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്നാർക്കൊന്ന് പോവാം. ചിന്നാർ പോയി കഴിഞ്ഞാൽ അവിടെ എന്തായാലും എന്തെങ്കിലും നമുക്ക് സൈറ്റിംഗ് കിട്ടാതിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ വണ്ടിയൊക്കെ റെഡിയായി അവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് മറയൂർക്കൊന്ന് പോയി നോക്കാം. വെറുതെ ഒന്ന് ടൗണിലൊക്കെ ഒന്ന് കറങ്ങിയിരിക്കാം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇവിടെ. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ചിന്നാർ പോക്കൊന്നും നടക്കില്ല. അപ്പോൾ അത് കാരണം നമുക്ക് മറയൂർ പോയി ഒന്ന് ടൗണിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം.
ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇത് പാമ്പാറാണ്. ഈ ഒരു നദിക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഒന്നാണ് പാമ്പാറ്. കണ്ടോ ഇത്ര മനോഹരമാണെന്ന് നോക്കി. വളരെ മനോഹരമായിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല മഴയുള്ള സമയത്ത് ഇവിടേക്ക് വെള്ളം കയറും. ഈ അമ്പലമൊക്കെ ഫുൾ വെള്ളത്തിനടിയിലായി പോകുന്ന പറഞ്ഞത്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന പാലം, ഞാൻ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഈ പാലമൊക്കെ കവർ ചെയ്ത് പോകും വെള്ളം. അപ്പോൾ കുറച്ച് പ്രശ്നക്കാരും കൂടിയാണ് ഈ പാമ്പാറ്. നോക്കിയാൽ എന്താ ഭംഗി നോക്കിയാൽ അതും വെള്ളം ഒഴുകി വരുന്നത് കാണാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറയൂരിൽ നിന്ന് കാന്തല്ലൂർക്ക് പോകുന്ന വഴിക്കാണിത്. ഞങ്ങളൊരു ഞങ്ങൾ മറയൂർ ടച്ച് ചെയ്യാതെ ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ട് നേരെ കാന്തല്ലൂർ സൈഡിലേക്കാണ് വന്നത്. ഇനി തിരിച്ചു പോകുമ്പോൾ നമുക്ക് മറയൂർ ഇറങ്ങാം. നോക്കാം ഒഴുകി വരുന്ന കാണാനായിട്ട് എന്ത് ഭംഗിയാണ്. സത്യം പറഞ്ഞൊന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അപകട മേഖല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല. അവിടെ കുറച്ച് ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട് വല വീശി. നോക്കാം വല്ല കിട്ടുമോ നോക്കാം. ഒന്നുമില്ലാന്ന് തോന്നുന്നു. ഇതൊന്നും ഇത്രയും ഒഴുക്കുള്ള വെള്ളത്തിലൊക്കെ മീൻ പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പം എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അവിടെ ആ ബാക്കിൽ ഇത് കാണുന്നതാണ് ചെക്ക് ഡാമാണത്. അവിടം വരെ വളരെ സ്ലോ ആയിട്ടാണ് ഇത് വെള്ളം ഒഴുകി വരുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് നല്ല ശക്തിയിൽ ഒഴുകി വരുന്നത്. നോക്കി വേണ്ട. ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ സാധാരണ ഇത് ആളുകളൊക്കെ വന്നിട്ട് കുളിക്കാൻ ഇറങ്ങിയിട്ട് അപകടത്തിലൊക്കെ പെടുന്ന ഒരു ഇതുണ്ടല്ലോ. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ പാറക്കെട്ടിൻ്റെ അടിയുടെ ഈ കുഴികൾ കണ്ടോ, ഇതൊക്കെ നല്ല ഡീപ്പായിട്ടുള്ള ഗർത്തങ്ങളാണ് കണ്ടോ. പല സ്ഥലത്തുണ്ട് അത് നമുക്ക് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നും. പക്ഷേ ഇതിനകത്തൊക്കെ പെട്ടുപോയി കഴിയുമ്പോഴാണ് ആളുകൾ മരിച്ചു പോകുന്നത്, ചുഴിപ്പെട്ട്. അങ്ങനെ ഇവിടെ ഈ പാറക്കെട്ടിനിടയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഗ്യാപ്പുകളുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ നോർമലി ഇത് കണ്ട ഇവിടെയുണ്ട് കണ്ട. ഇവിടുത്തെ അമ്പലങ്ങളുടെയൊക്കെ ആ ഒരു കൺസ്ട്രക്ഷൻ നോക്കിയേ, ശരിക്കും ആ ഒരു തമിഴ്നാട്ടിലെ അമ്പലങ്ങളുടെ ആ ഒരു സ്റ്റൈലാണ്. ആ ഒരു ഗോപുരവും കുറേ ബിംബങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ശരിക്കും തമിഴ്നാട് സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവൻ ടെമ്പിളും അത് ഏകദേശം ആ ഒരു സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷനാണത്. ആ ഒരു ആർക്കിടെക്ചർ തമിഴ്നാടിൻ്റെ സ്റ്റൈലാണത്. ഇതാണ് മറയൂർ ടൗൺ. ഞാൻ ആക്ച്വലി മറയൂർ ടൗണിൽ വരുന്നത്, മറയൂർ അന്ന് ടൗണൊന്നുമല്ല, അന്ന് വരുമ്പോൾ ഞാൻ 91-ലോ 92-ലാണ് ഇവിടെ വരുന്നത്. അന്നിവിടെ ആകെ 1-2 കടകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഹോട്ടലുണ്ടായിരുന്നു ഇവിടെ, റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, വാരിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് അവിടെ നിന്നായിരുന്നു ഭക്ഷണവും കാര്യങ്ങളൊക്കെ. താമസിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു, സാജുവിൻ്റെ വീട്ടിൽ. അവൻ്റെ അമ്മയുടെ വീട് ഇവിടെയായിരുന്നു, അവിടെയായിരുന്നു അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നത്. അവൻ മരിച്ചുപോയി ഇപ്പോൾ. അങ്ങനെ 92-ലാണ് ആദ്യമായിട്ട് മൂന്നാർ സൈഡിലേക്ക് വരുന്നത്. അന്നത്തെ ഇതും വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഹ്യൂജ് ഡിഫറൻസാണ് ഇവിടെ ഉള്ളത്. ഇതൊരു വലിയൊരു ടൗൺ ആയി മാറിയിട്ടുണ്ട് ഇവിടെ. ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് ഇവിടെ കയറിയേക്കുന്ന വെളുപ്പിന് പോകുന്ന കാരണം ഭയങ്കര തലവേദന, ഉറക്കം ശരിയായിട്ടില്ല. അത് കാരണം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായ കുടിക്കാനിരുന്നു.
ഇപ്പോൾ നല്ല സ്ട്രോങ് ഒരു ചായ കുടിക്കുകയാണ്. ആ തലവേനൊക്കെ അങ്ങോട്ട് മാറിക്കട്ടെ അല്ലേ. അതുകൂടാതെ ചൂട് എന്താണ് തേങ്ങാ ബണ്ണം. തേങ്ങാ ബണ്ണാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. വിശപ്പൊന്നുമില്ല, എന്നാലും ഒന്നും വെറുതെ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് കരുതി. ഇതാണ് തേങ്ങാ ബണ്ണ്. ഇത് ഭയങ്കര വലിപ്പമായല്ലോ. ആക്ച്വലി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് മാത്രമാണ് ഇവിടെ കയറിയത്. പക്ഷേ ഈ ജയശങ്കർ പണ്ടേ ഭക്ഷണ പ്രിയനാണ്. പുള്ളി എവിടെ എന്ത് കണ്ടാലും ഭക്ഷണം മേടിച്ച് കഴിക്കും. അതോടൊപ്പം മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കുകയും ചെയ്യും. ഞാൻ വളരെ ഈ അടുത്ത് ഒരു മാസത്തോളം അതിലധികമായിട്ട് ഡയറ്റിങ്ങിലായിരുന്നു. ഒന്ന് വണ്ണമൊക്കെ കുറയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനോടൊപ്പം കൂടി അതൊക്കെ കുളമായി. ഇപ്പോൾ ഇത് ഓരോന്ന് കണ്ട് പ്രലോഭിപ്പിച്ച് നമ്മളെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. ഇപ്പോൾ നല്ല ചൂടൻ പഫ്സ് പല വിധത്തിലുള്ളത്. അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ സാധനം, പാൽ ബണ്ണ്, പിന്നെ തേങ്ങാ ബണ്ണ് അല്ലേ, തേങ്ങാ ബണ്ണ്. ഇതെല്ലാം കഴിച്ച് ആവശ്യമില്ലാണ്ട് ഭക്ഷണത്തിന് ഒരു ആവശ്യമില്ല, എന്നാൽ കൂടി ടേസ്റ്റ് കൊണ്ട് നമ്മൾ കഴിച്ചു പോവാണ്. പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ എന്താണ്, ഈറ്റ് ആൻഡ് ട്രാവൽ വിത്ത് ചെയ്യുന്ന. നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിപ്പിക്കുക, മറ്റുള്ളവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാം. പിന്നെ ഇതൊന്നും കിട്ടുന്ന സാധനമാണ് പാൽ ബണ്ണ്. എന്തായാലും ഇപ്പോൾ മറയൂർ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരിക, പാൽ ബൺ കഴിക്കണം, മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നത്. അത് ചൂടുള്ള സാധനമാണ്. എന്തായാലും ഞാനും അതിൽ പങ്കാളിയാവാണ്. ഈ പാൽ ബൺ കഴിച്ച് ഞാനും ഈ സ്വാദിഷ്ടമായ മറയൂർ വിഭവത്തിൽ ഞാനും പങ്കാളിയാവാണ്. ഇത് ശരിക്കും മറയൂർ വിഭവം അല്ല, ഇത് മലബാറാണ്. അത് മലബാറിന് വന്ന് ഇവിടെ കച്ചവടം നടത്തുന്നത്. അപ്പം മറയൂർ ആയല്ലോ. ഓക്കെ. എനിവേ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ വൺസ് ട്രൈ ചെയ്യുക ഇവിടെ വരുമ്പോൾ. അടിപൊളി. അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് സാൻഡൽവുഡ് ഫോറസ്റ്റ്. നിങ്ങൾക്കിവിടെ കാണാം, അവിടെ ബോർഡ് കണ്ടോ, ഒരു കല്ല് വെച്ചേക്കുന്നുണ്ടോ, 1978-80 സാൻഡൽവുഡ് ഫോറസ്റ്റ്. ആ ഒരു പീരീഡിൽ 78-80 പ്ലാന്റ് ചെയ്തതാണ് ഈ ഫോറസ്റ്റ്. കാണുമ്പോൾ ഒരു പ്രത്യേകതയൊന്നുമില്ല, പക്ഷേ സംഭവം സാൻഡൽവുഡാണ്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയായിരുന്നു. ഇത് 1980-81 ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇത് പ്ലാന്റ് ചെയ്ത ടൈമല്ല, ഇത് ഇവിടെ സർവേ നടത്തി ഇത് തിരിച്ചത് ആ ഒരു ടൈമാണ്, ഈ പീരീഡാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതേപോലെ മറ്റേ സൈഡിൽ ഞാൻ പറഞ്ഞതും അതേപോലെ സർവേ നടത്തി തിരിച്ച ടൈമാണ് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലാതെ പ്ലാന്റ് ചെയ്ത ടൈമല്ല. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചിന്നാറിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നേരെ ബേർഡിംഗ് ടൂറിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചിന്നാറിലേക്ക് പോകുന്നത്. ഞങ്ങളിപ്പോൾ ആലംപെട്ടി എത്തിയായിരുന്നു. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റീസ് എല്ലാം ഓപ്പൺ ആണ്, ട്രക്കിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ട്രക്കിങ്ങിനൊക്കെ അകത്തേക്ക് പോകാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങളിപ്പോൾ ട്രക്കിങ്ങിന് പോകുന്നില്ല, ഞങ്ങൾ നേരെ ചിന്നാർക്ക് പോവുകയാണ്. ബോർഡർ വരെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്നാണ് ഇനി ഞങ്ങൾ ട്രക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സണ്ണി, അത് ഏത് ബേർഡായിരുന്നു ഇപ്പോൾ കണ്ടത്? നമ്മളിപ്പോൾ കണ്ടത് ബ്രൗൺ ഹെഡഡ് ബാർബറ്റ് ആയിരുന്നു. ഇവിടെ റെസിഡൻ്റ് ആണ്, പക്ഷേ എല്ലാ സമയത്തും അതിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ നമുക്ക് വൈറ്റ് ചീക്ഡ് ബാർബറ്റ് മാത്രമേ കിട്ടാറുള്ളൂ മെയിനായിട്ട്. ഇതിന് നമ്മൾ തപ്പി പോയി കഴിഞ്ഞാൽ മാത്രമാണ് അതിന് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതുപോലെ ഇന്ന് എന്താ നമുക്ക് ഭയങ്കര ലെക്കാണ്. ഇന്ന് കാണുന്നിടത്തെല്ലാം ബ്രൗൺ ഹെഡഡ് ബാർബറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര ലെക്കായി പോയി അതിനെ കാണാൻ കിട്ടുന്നത്. പിന്നെ ക്ലൈമറ്റ് നല്ലതാണ്, നല്ല ക്ലൈമറ്റ് ആണ്, വെയിലില്ല, ഒരു ഇരുണ്ട ക്ലൈമറ്റ് ആണ്. പക്ഷെ എന്നാലും ആക്ടിവിറ്റി കൂടുതലുണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം ബേർഡ്സിനെയൊക്കെ കാണാൻ കിട്ടും. സാധാരണ കാണാൻ പറ്റാത്ത ബേർഡ്സ് എല്ലാം റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ യെല്ലോ ഗ്രേ ഹെഡഡ് ബുൾബുളും വൈറ്റ് ത്രോട്ടഡ് ബുൾബുളും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം എല്ലാം അടുത്തടുത്ത് തന്നെ, ഒത്തിരി ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഇല്ലാതെ എല്ലാം റോഡ് സൈഡിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ഇനി ചിന്നാറിൽ വേറെ കുറച്ചും കൂടി അവിടുത്തെ എൻഡമിക് ആയിട്ടുള്ള ഇതുണ്ടോ? ഉണ്ട്. നമുക്ക് ഇനി അടുത്ത ബേർഡ്സ് ഉണ്ട്. ഇപ്പോൾ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ സ്കോപ്പ് സോളുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ഔൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് റോഡ് സൈഡിൽ തന്നെ പോയി നമുക്ക് അതിനെ എല്ലാം തന്നെ മാക്സിമം തന്നെ റോഡിന് സൈഡിൽ തന്നെ കിട്ടും. നമ്മൾ അകത്തേക്ക് പോകാതെ റോഡ് സൈഡിൽ തന്നെ നമുക്ക് മാക്സിമം എല്ലാം തന്നെ കിട്ടും. ഓക്കെ. നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഇന്ത്യൻ സ്കോപ്പ് ഔൾ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പൊത്തിനകത്തിരിക്കുകയാണ്, അതിനകത്ത് കുഞ്ഞുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാതെ കുറച്ച് നേരം വന്ന് പുറത്തേക്ക് തല ഇട്ട് നിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പുറത്തേക്ക് വരാൻ വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇവിടെ ഇരിക്കുക.
ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അതിനെ കിട്ടിയില്ല കേട്ടോ. ആദ്യം കുറച്ച് നേരം ആദ്യത്തെ കുറച്ച് നേരം ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പൊത്തിനകത്തേക്ക് തന്നെ കയറിപ്പോയി. അപ്പോൾ ഇപ്പോൾ ആലോചിച്ച് ഞങ്ങൾ ഏതായാലും ചിന്നാർ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് പിന്നെയും ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ചിന്നാർക്ക് പോകാം. പോകുന്ന വഴിക്ക് നല്ല ബേർഡ്സിനെ കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ നിർത്താം. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഹാവിങ് എ ഗ്രേറ്റ് ടൈം. ആദ്യം തിരക്കും ഒന്നുമില്ലാതെ പക്ഷികളുടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട്. ബേർഡ് വാച്ചേഴ്സിനൊക്കെ വരാൻ പറ്റിയ ടൈമാണ് കേട്ടോ. ശരിക്കും ക്ലൈമറ്റും അതേപോലെ ചെറുതായിട്ട് മഴ നിൽക്കുന്നുണ്ടായിരുന്നു. അത് മഴ മാറി ഇങ്ങനെ നിൽക്കുന്ന കാരണം നല്ലൊരു ചൂടൊന്നും ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അത് കാരണം തന്നെ ഒത്തിരി ബേർഡ്സ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ചിന്നാർ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കയറാൻ പ്രവേശനം അനുവദിക്കില്ല. ഇവിടെ വിത്ത് പെർമിഷൻ എനിക്ക് തോന്നുന്നു കയറാമെന്ന് തോന്നുന്നു. പണ്ടൊക്കെ ഇവിടെ നേരത്തെ ആളുകൾ കയറാൻ അനുവദിക്കായിരുന്നു. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇവരുടെ എന്താണ് ഇവിടുത്തെ രീതിയെന്ന്. നമുക്ക് പെർമിഷൻ കിട്ടിയിരുന്നെങ്കിൽ അവിടെ പോയിട്ടൊന്ന് കുളിക്കായിരുന്നു. നല്ലൊരു അരുവി അതിലേ പോകുന്നുണ്ട്. നമുക്കിനിയിപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ചിന്നാർ വരെ പോവാം. നമ്മളുടെ ബേർഡേഴ്സ് ഇവിടെ ഉണ്ട്. ഐ തിങ്ക് ദേ ഹാവിങ് എ വണ്ടർഫുൾ ടൈം. മയിലിൻ്റെ കരച്ചിൽ കേൾക്കാം. ബ്രൗൺ ഹെഡ് എടുത്തില്ല, കിട്ടിയില്ല, എന്നെ വിളിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇരുട്ടാണ്. ഇതൊന്നും അടിക്കായിരുന്നു സുഖമായിട്ട്. ഈ ഹാബിറ്റേറ്റ് ഷോട്ടായിരുന്നു സംഗതി. പക്ഷേ ഇത് നല്ല ഹാബിറ്റേറ്റ് ഷോട്ട് കാണിച്ചാൽ ഇരുട്ടാ. അതെ, ഓട്ടോ ഐ.എസ്.ഒ ഇല്ലേ ഞാനിൽ നമ്മൾ കേൾപ്പോൾ കിട്ടുന്നില്ല. ഒരു റെയർ സ്പീഷീസ് ആയിട്ടുള്ള ബേർഡ്സിനെ കാണുമ്പോൾ ഇവരുടെ ഒരു എൻതൂസിയാസം കണ്ടായിരുന്നു. അത് കാണാൻ തന്നെ ഒരു രസമുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല ഒരു ചെറിയൊരു ആനക്കൂട്ടത്തെ കണ്ടു. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ബേർഡ്സിനെ കാണുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അനിമൽ സൈറ്റിങ്ങിലാണ് കൂടുതൽ ഇഷ്ടം. അത് കൊമ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര കൊമ്പൻ തന്നെയാണ്. അതിൻ്റെ ഒരു മസ്തകവും ആ കൊമ്പും എല്ലാം കൊണ്ടൊരു കിടിലനൊരു ആന. ഇത് കണ്ടോടുകൂടി ഞങ്ങളുടെ മൂഡ് തന്നെ അങ്ങോട്ട് മാറിയോണ്ട് ഭയങ്കര സന്തോഷം തോന്നിയത്. നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേറെ ഒന്നുമില്ല, അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ മതി. ഞങ്ങൾ ബൈക്കിൽ ചെറിയൊരു റൈഡൊക്കെ നടത്തി. അപ്പോൾ നമ്മളിപ്പോൾ ചിന്നാർ ബോർഡറിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളത്. കേരള തമിഴ്നാട് ബോർഡറാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു 7 ദിവസം ക്വാറന്റൈനിൽ പോകേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് യാത്ര അവസാനിപ്പിച്ചു. അതിനുശേഷം ഇവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു കഫറ്റേരിയ ഉണ്ട്. അവിടുന്ന് ഒരു ചായയും കുടിച്ച് ഒരു ഉള്ളിവടയും കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചുള്ള യാത്രയാണ് ഇനിയുള്ളത്. അപ്പോൾ ഇവിടെ നിറച്ച് കുരങ്ങന്മാരാണ്. അതിൻ്റെ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുരങ്ങിന് കുറച്ച് നമ്മൾ ചായ കൊടുത്തു. നമ്മളുടെ വണ്ടിയുടെ മുകളിൽ കയറി. കുരങ്ങന്മാരുടെ വികൃതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം വടിയെടുത്ത് ഓടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ തിരിച്ചുള്ള യാത്രയാണ്. ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് മറയൂരെത്തി. മറയൂർ ചന്ദനക്കാടുകളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കൂട്ടം സ്പോട്ടഡ് ഡിയേഴ്സിനെ കണ്ടു. അപ്പോൾ അങ്ങനെ വണ്ടി ഒന്ന് നിർത്തി കുറച്ച് വീഡിയോസ് എടുത്തു. ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം അവിടെ നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയി. പക്ഷെ അങ്ങനെ വലിയ പേടിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നില്ല, കാരണം അത്ര ഷൈ ആയിട്ട് തോന്നിയില്ല. കുറച്ച് ആളുകളെ കണ്ട്, ഇത് വില്ലേജിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്ര ആളുകൾ പേടിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നില്ല. റിസോർട്ടിലേക്ക് പോകുന്നുള്ള വഴിയാണ്. ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക റിസോർട്ടിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഇവിടെ നിർത്തിയത്. അതിൻ്റെ സൈഡിലുള്ള ഈ ഫോറസ്റ്റ് ഏരിയയാണ് ഈ കാണുന്നതൊക്കെ. ഈ ചന്ദനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ കാണിച്ചു തരാം. ചന്ദനം
ഇതാണ് ചന്ദനം. ഇത് നമ്പർ ഇട്ട് പോയിരിക്കുന്നതാണ് കാണുന്നത് ചന്ദനത്തിൻ്റെ. ഇതുണ്ട, മറയൂർ വന്നു കഴിഞ്ഞാൽ മുഴുവൻ ചന്ദനക്കാടുകളാണ്. ഈ കാണുന്നതെല്ലാം ചന്ദനമാണ്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ തിരിച്ചെത്തി. പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഊണും കഴിച്ച് ഇനിയിപ്പോൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ലാസ്റ്റ് റൗണ്ടാണ് താഴെ കാണുന്നതാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റ് കം കിച്ചൺ. ഇത് കണ്ടോ, ഇതാണ് ഇവരുടെ ഗാർഡൻ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഗാർഡനൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ 2 റൂംസ്. എല്ലാവരും പാക്ക് ചെയ്ത് റെഡിയായിരിക്കുകയാണ് ഇറങ്ങാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വിഷമം കൊണ്ട് പോകാനായിട്ട് നല്ലൊരു ഗ്രേറ്റ് ടൈം ഹിയർ. അപ്പോൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ആകെ ഒരു ഇത് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മഴ വന്ന കാരണം ട്രെക്കിങ്ങിന് പോകാൻ പറ്റിയില്ല. പക്ഷേ അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ട്രെക്കിങ്ങിന് പോകാതെ തന്നെ നമുക്ക് മാക്സിമം സൈറ്റിംഗ് കിട്ടി. ബേർഡിങ്ങിനാണെങ്കിൽ അങ്ങനെ കിട്ടി. പിന്നെ ആനിമൽ സൈറ്റിംഗ്, ആനയെ കാണാൻ പറ്റി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു റിഗ്രറ്റ്സും ഇല്ല. നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ ഇവിടുത്തെ ഒരു സ്റ്റേയെ കുറിച്ച് പറയുകയാണെങ്കിൽ വി ഹാഡ് എ വണ്ടർഫുൾ സ്റ്റേ. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു അസറ്റ് എന്ന് പറയുന്നത് സണ്ണിയാണ്. സണ്ണി ഇവിടെ ഓക്കെ. പുള്ളിയാണ് നമ്മളെ എല്ലാ സ്ഥലത്തും എവിടെ പോയി കഴിഞ്ഞപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പ്രോപ്പർട്ടി മാനേജറാണ്. അതുകൂടാതെ പുള്ളി ഒരു ബേർഡ് വാച്ചറും കൂടിയാണ്. പിന്നെ ഒരു ഗൈഡാണ്. എല്ലാ രീതിയിലും ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഫ്രം സ്റ്റാർട്ടിങ് ഞങ്ങളുടെ ഒരു ചെക്ക് ഇൻ ടൈം തുടങ്ങിയിട്ട് അവസാനം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. വി ഹാഡ് എ വണ്ടർഫുൾ സ്റ്റേ ജസ്റ്റ് ബിക്കോസ് ഓഫ് സണ്ണി. അതെനിക്ക് ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങളിവിടെ വന്നപ്പോൾ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഞങ്ങൾ പരിചയപ്പെട്ടാണ് ഇവിടെ നമ്മുടെ മനോജ് സാർ ഉണ്ടായിരുന്നു ഇവിടെ. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡിങ്ങിൻ്റെ കാര്യത്തിലൊരു ഐ കുഡ് സേ ദാറ്റ് ഹി ഈസ് എൻ എൻസൈക്ലോപീഡിയ. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിയും കൂടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് വി ഹാഡ് എ വണ്ടർഫുൾ സ്റ്റേ. പുള്ളി ഞങ്ങളുടെ കൂടെ ടൂറിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഇല്ലേ നല്ലൊരു ഇതായിരുന്നു. എന്തുണ്ട് അജിത്, എന്താ പറയണേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇവിടെ നേച്ചർ ടോൺ എന്ന് പറഞ്ഞാൽ ആ ടോൺ എല്ലാ അർത്ഥത്തിലും ആ ടോൺ ഇവിടെ കിട്ടി നമുക്ക്. അതോടൊപ്പം തന്നെ ഞാൻ വെരി താങ്ക്ഫുൾ ടു സണ്ണി. ഒരു ഇവിടുത്തെ സണ്ണിയാണ് ആക്ച്വലി ഹി മെയ്ഡ് അവർ സ്റ്റേ കംഫർട്ടബിൾ, മോസ്റ്റ് കംഫർട്ടബിൾ. ഗൈഡറാണ്, ബേർഡ് വാച്ചിങ്ങിന് നല്ലൊരു ഗൈഡാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ എൻജോയ് ചെയ്തു. നിങ്ങളും ഒരിക്കലെങ്കിലും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഞങ്ങളിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക. പുതിയതായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.